കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? എടാ, ദീനേശന്റെ വീട്ടിൽ നിന്ന് ഒരു 5 പെൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെൺപിള്ളേരെടുത്താ? അതല്ല, കുറെ PS എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ഞാൻ ഗിരിയേട്ടനോട് പറയട്ടെ? വേണ്ട, ഞാൻ PS എഴുതുന്നില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ? എടാ, സൈഡ് ഒന്ന് ചെട്ടി വാരി അങ്ങോട്ട് ഇട്ടേ. അവിടെ നിന്ന് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടെയാണ് ദിനേശ, കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ? ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താണ്ടോ. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ് മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹമാണ്. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. എന്താ ഇതിലൊന്നും താല്പര്യമില്ലേ? ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ, പ്രാർത്ഥനയായിരുന്നല്ലേ? ശരി. ചേച്ചി, ഇനി ഇന്ന് എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ? ചേച്ചി, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളില് വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കട്ടെ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം മോളെ. ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യണ്ടേ? അത് ഓഫ്ലൈൻ ആക്കിയാ ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യം സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. ഭക്ഷണം കഴിച്ചിട്ടാ കഴിക്കാനോ? അടുത്ത മീറ്റിംഗ് കാണാൻ. ഓ ചെയ്തിട്ടോ. അമ്മ നടന്നോ, ഞാൻ വരാം. ശരി ശരി. മീൻചാറ് വേണോ എനിക്ക്? ഷർമോ, ഒരു വെറ്റിലേക്ക് എടുത്താ. ഗിരിയെ ഇഷ്ടമാണെങ്കിലേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ? ഏത് കുട്ടീനാ? NSSന്റെ ഇതിന് വന്നില്ലേ, ആ രേണു. അതെന്താ ഷർമ്മക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഇഷ്ടപ്പെടെ ആര് നോക്കാനാ? ഓന്റെ ഒരു ഇഷ്ടം. അങ്ങനെ ഇപ്പൊ മുറുക്കണ്ട കേട്ടോ. അമ്മയും മോനും കൂടി ഓരോന്ന് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഒരു ചോദ്യം കളിക്കുന്നേ. കഥകളി കാര്യല്ലേ.
രേണുകേ രേണുകേ നീരാഗരേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൽ പരരേണു സാവധാൻ മുഷ്ടിപ്രഭാത് വിഭാഷക മുഷ്ടിപ്രഹാർ വിഭാഷക मुष्टिप्रहार 2 क्रमशः 1 2 3 स्वस्ति साथियों मिश्र ആഹാ പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണം മൂപ്പൻ തീർക്കല്ലേ ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി നമ്മളിപ്പോഴും പാന്റ് ഇട്ട ഇതിന്റെ ഒരു ഫീൽ കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇതന്നെ വീട്. അമ്മോ അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കേറി നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയൻ്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. ഓ എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്നൊരു ജോലി ഉള്ളത് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറാ, പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പ് പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എന്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞോണ്ട് ഇതിന് കൂട്ടുക തന്നെ കിട്ടൂല. അവർ നമ്മളെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. ഞാനാക്കി തരാം. നിനക്ക് അതിലൊരു കാര്യമുണ്ട്.
നമ്മുടെ പാർട്ടി ഗ്രാമത്തിൽ നിന്ന് ദിനേശനോട് പെണ്ണിട്ട് കഴിഞ്ഞാൽ ഓന് CPK ഓള് CPK. അതിന് നമുക്ക് കാര്യമില്ലല്ലോ. ഓന് കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഭാര്യ വീട് അടുത്താവും. അതെ, ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചുവട്ടെ. നമ്മൾ അച്ചുവട്ടേട്ടൻ്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ഗതികേടും തൽക്കാലം ഇന്ന് നമുക്ക് കേരളത്തിലില്ല. ആടുന്നൊരു BKP-കാരനെ കെട്ടിയാ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂലേ. ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ. അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നതാണ് ബുദ്ധി. എന്താ? അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം. എനിക്ക് കൂടി ആടുന്നൊരു പെണ്ണ് ശരിയാക്കിയ നമുക്ക് വോട്ടിന്റെ എണ്ണം കൂട്ടിക്കൂടി സഖാവേ. കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂല. പെണ്ണ് കെട്ടാനൊക്കെ ഒരു യോഗം വേണം. നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം. ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവസരമായിട്ട് കരുതിയാൽ മതി. നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെ ഞാനും പറയുന്നത് എനിക്ക് പ്രായം കൂടി വരിക. എന്താണ് ഗിരി, എന്തെങ്കിലും എതിർപ്പുണ്ടാ? ഓന് പ്രായം കൂടുന്നതിന് ഞാൻ എതിർത്തിട്ടെന്താ കാര്യം? അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും ഓക്കെ. പാർട്ടിയുടെ ഈ ദൗത്യം BKP-യുടെ ഉണ്ണീനെ ഏൽപ്പിക്കാം. പോയി സംസാരിക്കട്ടെ. ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അത് ഞാനൊന്നും അമ്പരന്നു. NSS ക്യാമ്പ് വഴിയുള്ള പരിചയമാണ്. ചോദിച്ചപ്പോൾ അവക്കും വലിയ താല്പര്യമാണ്. പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം. ഒന്ന് വിളിക്കടാ. എന്തല്ല ദിനേശ വിശേഷം? ഇതാരാ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ. വേറെ എന്തെങ്കിലും വേണേ പറയണേ കേട്ടാ. ഞാൻ ഇപ്പറണ്ടേ പറയാം. എവിടെ ചെന്നാലും കമ്പനിക്കാരാന്നല്ലോ. എപ്പോ ഇങ്ങോട്ട് വരുത്ത്? അങ്ങനൊന്നുമില്ല. എപ്പോ എന്നെ കല്യാണം കഴിക്കാൻ പ്ലാൻ? കല്യാണോ? കല്യാണമൊക്കെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്നൊന്നും നടക്കില്ല. ബെസ്റ്റ്. കൂട്ടുകാരെല്ലാം വിട്ട് ഇത്ര അർജന്റ് ആയിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കാന്ന്. ഇപ്പൊ ആ താമസിക്കുന്ന വീടില്ലേ, ഒരു 100-500 പേർക്ക് അവകാശമുള്ള. അടുത്തേക്കാണ് നിന്നെ ഞാൻ വിളിച്ചോണ്ട് കൊണ്ട്. പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞ ഇങ്ങനെ പണിയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ 6 വർഷത്തെ സാലറി ഉണ്ട്, അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി പെർമനൻ്റ് ആവണം. ഇപ്പം തൽക്കാലം അച്ഛമ്മയുടെ ഇളയമ്മയുടെയൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോണത്. അതൊക്കെ കാരണമാണ്. അതെ, ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞാനാടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ, ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നോ? എന്തു പ്രശ്നം? ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥയൊന്ന് കാണണേനു. കുറെ കാലമായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളികൻ തറ. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള. അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഞാൻ നല്ലൊരു സഖാവാണ്. എനിക്ക് ഈ പ്രേതഭൂത പിശാചികളേക്കൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. ഞാൻ വിചാരിക്കാൻ ഈ ഡയലോഗ് എപ്പാ പറയാൻ പോകുന്നെന്ന്. ശരി, നിങ്ങളെ നാളെ ഏതാ? നാളും കോളൊന്നുമില്ല. എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 29/5/92. നല്ല ഓൾഡ് മോഡൽ ആണല്ലോ. പോയ നല്ല ഗോൾഡ് മോഡലാണ്. വെറുതെ ഇപ്പം എന്താണ് ഈ പറഞ്ഞത്? ജനിച്ച സമയം അമ്മ രാവിലെ 6:45 പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ. അത് വേണ്ടി വരും. വെളുത്ത പക്ഷത്തിൽ പൂരാടം. വെറുതെ അല്ല. ഇപ്പൊ 7 ചൊവ്വ. തീരാനിനി ഒരു 6 മാസം എടുക്കും. തീരാൻ ഇനി 6 മാസം ഉണ്ടോ? തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെയൊക്കെ പുറകെ പോകണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ചെയ്താലും രക്ഷപ്പെടൂല. അതാ ഇപ്പോഴത്തെ ഗ്രഹനില. രക്ഷപ്പെടില്ല? ഇല്ല. നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നാ. ഹലോ.